അപ്പോൾ ഈ പ്രകൃതിയിലുള്ള മാറ്റങ്ങൾക്കനുസൃതമായിട്ട് മനുഷ്യ ശരീരത്തിനും മനസ്സിനും മാറ്റം വന്നുകൊണ്ടിരിക്കുക. ഏത് ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നതും ഏത് കാലയളവിലും ഉപയോഗിക്കത്തക്ക വിധത്തിലാണ്. എന്ന് വെച്ചാൽ ഗ്രഹങ്ങൾക്ക് അതീതമായി പോകാൻ അവനെ പരിശീലനം കൊടുക്കലാണ് ജ്യോത്സ്യൻ്റെ ജോലി. എന്ന് വെച്ചാൽ ഗ്രഹങ്ങളുടെ കാര്യങ്ങളെ പറഞ്ഞ് സമർത്ഥിക്കുമ്പോഴും അതിൻ്റെ ദോഷവശങ്ങളെ മറികടന്നുകൊണ്ട് പോകൂ എന്ന് പറയാം. എന്ന് വെച്ചാൽ ഗ്രഹസ്വാധീനത്തെ മറികടക്കാൻ പറയുക. സഞ്ജയൻ സർ, ഓരോ ദിവസവും എന്ന് പറയുന്ന പോലെ ലോകത്തിൽ ഓരോ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ മാറ്റങ്ങളൊക്കെ നമ്മൾ ഓരോ ഗ്രഹങ്ങളെയും വെച്ചിട്ട് നമുക്ക് അപഗ്രഥിക്കാൻ പറ്റുമോ ജ്യോതിഷവശാൽ? തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ നമ്മളുടെ ഈ പരിണാമം സംഭവിച്ചു പോകുന്നതെല്ലാം തന്നെ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാഞ്ഞുപോയി പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന പോലെ ഒരവസ്ഥയിലേക്ക് വരും. ഇപ്പോൾ റിമോട്ട് വെച്ച് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു, എവിടെയോ ഇരുന്ന് റിമോട്ട് വെച്ചിട്ട് ബോംബ് പൊട്ടിക്കുന്നു, അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ ചെയ്യുന്നു. ഒത്തിരി കാര്യങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ തന്നെ ഇരുന്നുകൊണ്ട് ചെയ്യുന്നു. അപ്പോൾ അത് നമ്മൾ ഭൗതികവൽക്കരിച്ച് എന്നുവെച്ചാൽ മെറ്റീരിയലൈസ് ചെയ്യുകയാണ് നമ്മുടെ സിദ്ധിവിശേഷങ്ങളെ. മനുഷ്യ മനസ്സിൻ്റെ ബുദ്ധിയുടെ അനന്ത സാധ്യതകളെ മെറ്റീരിയലൈസ് ചെയ്യാണല്ലോ ഇതൊക്കെ കാണിക്കുന്നത്. ഒരു വ്യക്തിയുടെ തലയിൽ ഉദിക്കുന്ന കാര്യങ്ങളാണല്ലോ ഇതെല്ലാം. ഇപ്പം നമ്മൾ ഈ കൃത്രിമ വെളിച്ചത്തിന് മുമ്പിൽ സൂര്യപ്രകാശത്തിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. ഇതെല്ലാം ആരുടെയോ ബുദ്ധിയിൽ ജനിച്ചതാണ്. ഇതെല്ലാം മഹാസിദ്ധികളാണ്. അപ്പം സിദ്ധികളെ ഭൗതികമാക്കി ബാഹ്യത്തിലേക്ക് മെറ്റീരിയലൈസ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുകയാണ്. ഇതിൻ്റെ സാധ്യത ഇനിയും ഇങ്ങനെ മെറ്റീരിയലൈസ് ചെയ്യുന്നതിന് പോലും ആവശ്യമില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഐതിഹാസികമായി പറഞ്ഞു വെച്ചിരിക്കുന്നതിലേക്കാണ് പോകുന്നത്. അവിടേക്ക് പറന്നുപോയി, ഇവിടേക്ക് മാഞ്ഞുപോയി, അവിടെ ചെന്ന് കയറി എന്നൊക്കെ പറയും. അപ്പോൾ അഷ്ടസിദ്ധികളിലും ഗൗണസിദ്ധികളിലും ക്ഷുദ്രസിദ്ധികളുമായി പറഞ്ഞിരിക്കുന്നത് പക്ഷികളുടെ സംസാരം മനസ്സിലാകും. ഇങ്ങനെയൊക്കെ ഒരുപാടുണ്ടല്ലോ. ആണോരണിയൻ, വളരെ ചെറുതായി മാറാം, വലിയ ശരീരത്തിലേക്ക് പോകാം, ബാല്യം, യൗവനം, വാർദ്ധക്യം, മറ്റൊരു ശരീരത്തിൽ പരകായ പ്രവേശം, പിന്നെ മറ്റൊന്ന് നിത്യ യൗവനത്തിൽ നിലനിൽക്കാം എന്നൊക്കെ പറയുന്ന സിദ്ധികളുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ഇപ്പം നമ്മൾ ഓരോ കാര്യങ്ങളെയും അത് ബാഹ്യമായി ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി അതും ആവശ്യമില്ല, നമുക്ക് അവനവന് തന്നെ ആകാം എന്ന് പറയും. അപ്പോൾ നമ്മൾ പണ്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങളിലേക്ക് പോകുന്ന ഒരു രീതിയിലേക്ക് വരും. അവിടെയൊക്കെ അങ്ങനെയാണ് ജ്യോതിഷം പ്രയോജനപ്രദമാകുന്നതെന്നാണോ ചോദിച്ചത്? അതെ. അപ്പൊ അത് നമുക്ക് സംഭവിക്കും. അതായത് നമുക്ക് ഇപ്പോൾ എന്തായാലും ഒരു മനുഷ്യന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ലൈഫിൽ ഒരു 3 തവണയെങ്കിലും ശനിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ചൊവ്വയുടെ ഉണ്ടാവും. അപ്പൊ ഈ ചൊവ്വയുടെ ഒക്കെ കൂടുതലാണ്. ഞാൻ പറഞ്ഞ 7.5 ശനിയെ കുറിച്ചല്ലേ 3 തവണ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് പല രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. അത് നമുക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ശനിയുടെ ഇൻഫ്ലുവൻസ് ഒരു പ്രത്യേക പീരീഡിലല്ല, എപ്പോഴും ഈ നവഗ്രഹങ്ങളുടെയും സ്വാധീനം ഉണ്ട്. അതിന്റെ ഏറ്റക്കുറച്ചില്, തോതുമാറ്റം, ഇതെല്ലാമാണ് നമുക്ക് ഗുണമോ ദോഷമോ എന്നൊക്കെ പറഞ്ഞ് നിർണ്ണയിക്കുന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ഇത് നമുക്ക് സൂക്ഷ്മമായിട്ട് കണ്ടെത്താൻ സാധിക്കും. ഇവിടെയൊക്കെ വീണ്ടും അങ്ങനെ ഗവേഷണം കിടക്കുക, ഗവേഷണം വിഷയങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഈ പ്രകൃതിയിലുള്ള മാറ്റങ്ങൾക്കനുസൃതമായിട്ട് മനുഷ്യ ശരീരത്തിനും മനസ്സിനും മാറ്റം വന്നുകൊണ്ടിരിക്കുക. പ്രാകൃത ഭാവങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു, ചിലർ തീരെ ഇല്ലാതിരിക്കുന്നു. ഈ നമ്മളൊരു 100 വർഷം മുമ്പിലത്തെ ജീവിത സാഹചര്യങ്ങൾ, ഇന്ത്യയിലെ സാഹചര്യങ്ങൾ, കേരളത്തിലെ സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ യുദ്ധം എന്ന് പറയുന്നതിൽ ഈ വാൾ ഉപയോഗിക്കുക. ഇന്ന് ഈ വാള് കാണുന്ന ഒരവസ്ഥ എന്ന് ഓർത്തേ, 2 പേര് തമ്മിൽ കൂട്ടിമുട്ടിക്കുമ്പോൾ തീപ്പൊരി വിറക്കുന്നു വാള്. ഇത് നമ്മുടെ ദേഹത്തേക്ക് വരുന്നു, മുട്ടുന്നു, നമ്മുടെ അംഗഭംഗം വരുന്നു. ഇതൊക്കെ ഇന്ന് നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാനൊന്നും സാധിക്കുന്ന കാര്യമല്ല. ഭയം വരും. അപ്പൊ അങ്ങനെ ആയിരുന്നില്ലേ? അപ്പൊ ഭയത്തിനെ അതിജീവിച്ചവരായിരുന്നില്ലേ നമ്മളെക്കാൾ മുൻഗാമികൾ? എന്ന് പറയേണ്ടി വരും. പക്ഷെ ഇന്നത്തെ ആധുനിക കണ്ടുപിടുത്തങ്ങൾ ഓരോ ദാർശനികന്റെയും പ്രതിഭാധനരുടെയും സിദ്ധിവിശേഷങ്ങളെ മെറ്റീരിയലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ നമ്മളിൽ പലരും ഇതൊന്ന് ഉപയോഗിക്കാൻ യോഗ്യരാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം എൻ്റെ സിദ്ധിവിശേഷം അല്ല ലൈറ്റ്, ഈ ആർട്ടിഫിഷ്യൽ ലൈറ്റ് എൻ്റെ സിദ്ധിവിശേഷമല്ല. ഏതോ ഒരു ജൂതനോ മറ്റോ കണ്ടുപിടിച്ചതാണ് ഞാൻ ഇപ്പോൾ ഈ വെളിച്ചത്തിൽ ഇരിക്കാൻ കാരണമായിരിക്കുന്നത്. ഇതുപോലെ നമ്മളിൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അനന്തമായ സാധ്യതകൾ ഉറങ്ങുന്നുണ്ട്. ഈ സാധ്യതകളിലേക്ക് നമ്മൾ ഇനി ഓരോരുത്തരും പോകും, അല്ലെങ്കിൽ നമ്മളുടെ പിൻഗാമികൾ പോകും, പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഗ്രഹങ്ങളുടെ ആകത്തുകയായ ഒരു പരിണത ഫലമാണ്. അതെ, നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്, ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് അതിന്റെ ഒരു ആകത്തുകയാണ്.
അപ്പൊ ഇതിലും നല്ലതും ചീത്തയുമായ വശങ്ങൾ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നാണ് ഹാൻഡിൽ ചെയ്യുന്ന അതാത് കാലയളവിലെ രീതിക്ക് അനുസരിച്ച് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. ജ്യോത്സ്യന്മാരും ജ്യോതിഷം നോക്കുമ്പോഴൊക്കെ അതിനകത്ത് അത്തരം അപ്ഡേഷൻസ് വരുത്തേണ്ടിയിരിക്കുന്നു. ഫലം ഇപ്പോൾ ഏത് ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നതും ഏത് കാലയളവിലും ഉപയോഗിക്കത്തക്ക വിധത്തിലാണ്. ഏറ്റവും പുരാതനമായ ഗ്രന്ഥങ്ങൾ, ഭാരതീയമായ ഏത് ശാസ്ത്രം എടുത്തു നോക്കിയാലും ഏറ്റവും പുരാതനമായ ഗ്രന്ഥങ്ങൾ, ഇപ്പം സംഗീത രത്നാകരം, ഇപ്പം നമ്മൾ കാശ്മീരിലാണ് സംഗീതത്തിൻ്റെ ഗ്രന്ഥം ഉണ്ടായിരിക്കുന്നത്. എല്ലാ ശാസ്ത്രങ്ങളുടെയും ഏറ്റവും വലിയ അടിസ്ഥാനം കാശ്മീർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ അതാണ് കാശ്മീരിൻ്റെ പ്രാധാന്യം. അപ്പോൾ കാശ്മീർ എല്ലാത്തിൻ്റെ ഹെഡാണ്. അപ്പോൾ ഈ നമ്മൾ അത് എടുത്തു നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ സംഗീതം തന്നെ, കർണാടക സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതം ഇതെടുത്ത് നോക്കുമ്പോൾ മെയിൽ ഡോമിനേഷനും ഫീമെയിൽ ഡോമിനേഷനും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട പോയിന്റ്സ് അതിനകത്ത് കിടക്കുകയാണ്. ഇതെല്ലാം ഈ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇക്കാണുന്ന ജീവിതത്തിന്റെ എല്ലാം സൂപ്പർ കോൺഷ്യസ്നെസ് ഒഴിച്ച് ബാക്കിയെല്ലാം ജ്യോതിഷവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാം. അപ്പൊ അതിനനുസരിച്ച് ഞാൻ അല്ലെങ്കിൽ എന്നെ പോലുള്ള ജ്യോത്സ്യന്മാർ വളരണം. ഞാൻ ജ്യോതിഷവും കൂടി കൈകാര്യം ചെയ്യുന്നിടത്തോളം ഒരു സമയം നോക്കുന്ന ജ്യോത്സ്യൻ എന്നുള്ളതിനേക്കാൾ ഉപരി ഈ ഗ്രഹങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു നോക്കണം. ഇപ്പൊ ചൊവ്വയെ കൊണ്ടൊക്കെ എന്തൊക്കെ ഫലങ്ങളാണ് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ ഗുപ്തമാക്കി വെച്ചിട്ട് ഒളിച്ചു വെച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. പ്രത്യക്ഷത്തിലുണ്ട്. അപ്പൊ പ്രത്യക്ഷത്തിൽ ഇപ്പം ആഗ്നേയകാരകനാണ് ഒരു ഗ്രഹം, അല്ലെ തണുപ്പിന്റെ കാരകത്വമുണ്ട്, ഉഷ്ണകാരകത്വമുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് വെച്ചോളൂ. അപ്പൊ ആ ഒരു പോയിന്റ് എവിടെ വരെ എത്തുമെന്ന് നമ്മൾ പഠിക്കണം. ഏതെങ്കിലും ഒരു ഇപ്പൊ വിവാഹകാരകത്വം, ഇപ്പൊ നമ്മൾ വിവാഹകാരകൻ എന്ന് പറഞ്ഞ ഒരു ഗ്രഹം ഉണ്ടെങ്കിൽ ആ വൈവാഹിക വിഷയങ്ങളെല്ലാം തന്നെ ആ ഗ്രഹവുമായി ബന്ധപ്പെടുത്തി എവിടം വരെ എത്തിക്കാമെന്ന് നോക്കണം. ഇപ്പൊ വിവാഹം എന്നുള്ള വാക്കിന്റെ അർത്ഥം, ഇണചേരലിന്റെ അർത്ഥം, ഇണചേരുന്നത് ഏതെല്ലാം തരത്തിൽ ഇണചേരാമെന്നുള്ളതിൻ്റെ രീതി, ഇണചേരുന്നതിൻ്റെ പ്രാധാന്യം, ഇറോട്ടിക് സെൻസേഷൻ്റെ പ്രാധാന്യം, ഇറോട്ടിക് സെൻസേഷൻ തരുന്ന ഗ്രഹങ്ങൾ, ഇറോട്ടിക് സെൻസേഷൻ എപ്പോഴൊക്കെ ഒരു വ്യക്തിക്ക് ജനിക്കാം, അത് ഏതൊക്കെ തലത്തിലാണ് ഒരു വ്യക്തിക്ക് വരുന്നത്, ഇറോട്ടിക് സെൻസേഷൻ സാധാരണ ബോധതലത്തിലാണോ അങ്ങേയറ്റമുള്ള ബോധതലത്തിലാണോ, ബോധത്തിന് അനന്തതയിൽ നിൽക്കുന്ന ഒരാൾ ഇറോട്ടിക് സെൻസേഷൻ ഉണ്ടോ, ഇപ്പൊ ബ്രഹ്മകർമ്മ സമാധിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇറോട്ടിക് സെൻസേഷൻ എങ്ങനെയാണ്, ഉണ്ടോ, ഇങ്ങനെയുള്ള പോയിന്റ്സിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. പറഞ്ഞ മനസ്സിലായില്ല? അവിടെ നിന്നുകൊണ്ട് ഇപ്പം എൻ്റെ വിവാഹം എങ്ങനെയായിരിക്കും എന്നൊരു ട്രാൻസ്ജെൻഡർ വന്ന് ചോദിച്ചാൽ എന്ത് പറയും? മനസ്സിലായി? അപ്പൊ ട്രാൻസ്ജെൻഡർ ആയത് എങ്ങനെ ഈ വ്യക്തി, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഞാനൊരു ദിവസം കുട്ടനാട് വഴി പോകുന്നു. അപ്പോഴൊക്കെ എനിക്ക് തിരക്കില്ല, അന്ന് ആവശ്യമില്ലാത്ത ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഇഷ്ടം അനുസരിച്ച് പോകുന്ന ഒരാളാണ്. അപ്പോൾ യാത്ര മധ്യേ അവിടെ വള്ളത്തിൽ ആളുകൾ അക്കരെ ഇക്കരെ പോകുന്നു. അപ്പോൾ അത് ജങ്കാറല്ല, അല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ പൈസ കൊടുത്താണ് അങ്ങനെ പോവാം, ഇതല്ല. അപ്പം ഞാൻ പറഞ്ഞു കാറ് നിർത്തിയിട്ട് ഒരു തെങ്ങിൻ തണലിൽ കാറ് നിർത്തിയിട്ട് പറഞ്ഞു എന്നെ അക്കരെ ഇക്കരെ ഒന്ന് കൊണ്ടുപോകാം, ഞാൻ കാശ് തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ 2 ആൺപിള്ളേരാണ്, അത് കൊച്ചുവെള്ളം. അപ്പോൾ കൊച്ചുവെള്ളത്തെ കയറിയപ്പോൾ കരയിൽ നിന്ന് ഒരു ചെറുക്കന് സ്ത്രൈണഭാവമുള്ള ഒരു ചെറുക്കൻ അവിടെ നിൽക്കുന്നു, ഞാനും എന്നൊക്കെ കാണിച്ചു. അവനും കൂടെ വലിഞ്ഞു കയറി അക്കരെ. അപ്പോൾ ഇവൻ എന്നോട് എന്തൊക്കെയോ സംസാരിക്കാൻ തുടങ്ങി. അക്കരെ ചെന്നപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, എന്നെ കണ്ടിട്ട് എന്തു തോന്നുന്നു? ഞാൻ പറഞ്ഞു, നിന്നെ കണ്ടിട്ട് എന്ത്, ഞാൻ നിന്നെ ഇതുവരെ ചിന്തിച്ചില്ല, നിന്നെക്കുറിച്ച് നീ എനിക്ക് ചിന്തയ്ക്ക് വിഷയീഭവിച്ചില്ല. പക്ഷെ ഞാനൊരു കള്ളമാണ്, ശകലം പറയാം. കാരണം അവൻ സ്ത്രൈണഭാവത്തിലുള്ള ഒരു പുരുഷൻ കൈ കാണിക്കുന്നുള്ളത് ഞാൻ കണ്ടില്ലേ, എനിക്ക് ചിന്തയ്ക്ക് വിഷയീഭവിച്ചില്ലേ, ആ പോയത് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഞാൻ ഇവനോട് പറഞ്ഞതാ, ഞാൻ ഇതേ സെന്റൻസാണ് പറഞ്ഞത്, നീ എനിക്ക് ചിന്തയ്ക്ക് വിഷയീഭവിച്ചില്ല, എനിക്ക് ചിന്തയായി മാറിയില്ല എന്നാ പറഞ്ഞത്. അത് പകുതി കള്ളറാണ്. അപ്പോൾ പറഞ്ഞ അല്ല, എന്നെ കണ്ടിട്ട് ഇവൻ്റെ ബാക്കി വാചകങ്ങൾ കേൾക്കാനും ഇത് ഈ ഗ്രഹങ്ങളുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാനുമാണ് ഞാൻ ഒരുങ്ങുന്നത്. എങ്ങനെയാണ്? അപ്പോൾ പറഞ്ഞു, ഞാനൊരു ഗെയിമാണ്, അതേസമയം ഞാനൊരു ട്രാൻസുമാണ്. അപ്പം ഞാൻ തമാശ മാറ്റി പറഞ്ഞു, എന്നാൽ നീ ഒരു ഗ്രാൻസ് എന്ന് പറയൂ, ഗേയുടെ ജി എടുത്ത് മറ്റുള്ളതിൻ്റെ മനസ്സിലായി, ഞാനൊരു ഗെയിമാണ്, ഞാനൊരു ട്രാൻസുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, അപ്പോൾ എനിക്ക് ഇവനിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഒക്കുമോ എന്നൊരു ചിന്തയായി. അപ്പോൾ ശരി, അപ്പോൾ ഇവനൊരു തെങ്ങിനുള്ള ഒരു വളഞ്ഞ വില്ല് പോലെ അവിടെ നിന്ന് ഒരു തെങ്ങ ചാരുന്നായി പിന്നെ എന്നോട് സംസാരം. അപ്പം ഞാൻ ചിന്തിക്കുക, അപ്പോൾ ഞാൻ ആ കുട്ടനാട് അക്കരെ പോയി നടന്ന് കാണാമെന്ന് വിചാരിച്ചാൽ പോയത്. പക്ഷേ അപ്പോൾ എനിക്കൊരു വിഷയം കിട്ടിയല്ലോ, ഇവനെ മാറ്റുക. മാത്രമല്ല ഞാൻ ചോദിച്ചു നിനക്ക്, അപ്പോൾ ഞാൻ ചിന്തിച്ചു ഇവനിലേക്ക് എനിക്ക് എങ്ങനെ സ്വാധീനം ചെലുത്താം. ഒരു ജ്യോത്സ്യൻ എന്നുള്ള നിലയിലെ സ്വാധീനമാണേ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു ചെറുക്കാൻ നീ ഒരു കാര്യം ചെയ്യാവൂ, ദിവസവും രാവിലെ മലർന്ന് കിടക്കുക, കൈകാലുകൾ അകറ്റി വെച്ച് കിടക്കുക, ശവാസനത്തിൽ കിടക്കുക എന്ന യോഗാഭ്യാസികൾ ഞങ്ങൾ പറയാറ്. അങ്ങനെ കിടന്നുകൊണ്ട് നീ നിന്നിലേക്ക് കുറേ സജഷൻസ് കൊടുക്കുക, നിർദ്ദേശം കൊടുക്കുക, ഈ നിന്നിലേക്ക് എന്ന് പറയാം.
ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷെ അതൊരു ചലഞ്ചായിട്ട് എടുക്കണം, ഒരു പഠനമാണ് എനിക്ക്, നീ അത് കേൾക്കാൻ തയ്യാറാണെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനൊരു ഉത്തമ പുരുഷനാണ്, ഞാൻ അതീവ സുന്ദരനായ പുരുഷനാണ്. ഇപ്പം നിനക്കിപ്പോൾ തന്നെ മുഖത്ത് നിറച്ച് രോമമൊക്കെ ഉണ്ട് അവന്, അപ്പം അതൊക്കെ വടിച്ചു വെച്ചിരിക്കുക കുറ്റി കുറ്റിയായിട്ട് ഇങ്ങനെ. അപ്പം ഞാനൊരു ഉത്തമ പുരുഷനാണ്, നീ ഒരു പുരുഷ സൗന്ദര്യത്തിൻ്റെ മഹത്തായ എല്ലാ ഭാവങ്ങളെയും നിന്റെ ശരീരത്തിലേക്ക് ആവാഹിക്കുക, അങ്ങനെ കാണുക. 7 ദിവസം കൂടുമ്പോൾ എന്നെ വിളിക്കുക എന്ന് പറഞ്ഞു. അതൊരു 7, 3, 21 ദിവസം കഴിഞ്ഞ് 21 എല്ലാത്തിനും പ്രാധാന്യമുണ്ട്. 21 പ്രാവശ്യം ഒരു കള്ളം കേട്ടാൽ ശരിയെന്ന് തോന്നാം. നമ്മൾ പലരും നമ്മളെ സ്വാധീനിച്ച് അവരുടെ വലയിലാക്കുന്ന 21 പ്രാവശ്യം പറഞ്ഞായിരിക്കും. ദുർബല മനസ്സാണ് ഇത് കയറുക. ഇങ്ങനെ പറയാൻ പറഞ്ഞു. ഇവൻ 1 മാസം കഴിഞ്ഞപ്പം ഇവന്റെ ഈ സ്ത്രൈണഭാവങ്ങളൊക്കെ പോയി, കംപ്ലീറ്റ്ലി പോയി. ഏറെക്കുറെ അവനിപ്പോൾ വിദേശ രാജ്യത്തോ എവിടെയോ ജോലിക്കോ മറ്റോ ആണെന്ന് തോന്നുന്നു. പിന്നെ എന്നെ വിളിക്കാൻ. അപ്പം ഇത് പോയിട്ട് ഈ ഗെയിമാണ്, ഞാൻ ട്രാൻസുമാണ് എന്നൊക്കെ പറഞ്ഞവൻ അതങ്ങ് മാറിയത്. അവന്റെ എക്സ്പ്രഷൻസ് ആ മരത്തെ ചാരുന്ന വില്ല് പോലൊക്കെയാണ് നിന്നെ. അതായത് ഈ ഗ്രഹങ്ങൾ നമുക്ക് തരുന്ന ഫലങ്ങളെല്ലാം തന്നെ നമുക്ക് നമ്മളിലുള്ള സജഷൻസ് കൊടുത്ത് ഒരുപാട് നമുക്ക് അതിനുവേണ്ടിയാണല്ലോ ജ്യോത്സ്യന്മാരെ വെച്ചിരിക്കുന്നത്. മതിമാന വിധിയെ ജയിക്കാം. ഇപ്പം പണ്ട് കാലത്ത് ജ്യോത്സ്യന്മാരെ കൊണ്ട് ഈ ഒരുപാട് തകർന്ന സമൂഹങ്ങളുണ്ട്. ഈ സാത്വിക നായർ കുടുംബങ്ങളിലൊക്കെ ബ്രാഹ്മണ കുടുംബങ്ങളിലൊക്കെ ഒരു മുറി ജ്യോത്സ്യന് വേണ്ടി കാണാം. പ്രത്യേകിച്ച് തമിഴ് ബ്രാഹ്മണ കുടുംബങ്ങൾ കേരളത്തിൽ വന്നപ്പോഴൊക്കെ ഒരു മുറി കൊടുക്കുമായിരുന്നു ജ്യോത്സ്യന്, അവിടെ സ്ഥിരവുമാണ് ജ്യോതിഷം പറയണം. അപ്പം സാത്വികമായ ഈ നായർ സമൂഹങ്ങൾ, ഞാൻ ജാതി പറയല്ല, പിന്നെ കുറേ സംസ്കരിക്കപ്പെട്ട സമൂഹം ഉണ്ടായിരുന്നു. അപ്പം ഇവർക്കൊക്കെ ജ്യോത്സ്യനെ വെച്ചിരിക്കുമ്പോൾ ജ്യോത്സ്യന് 7.5 ശനി തുടങ്ങിയെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് എങ്ങോട്ടും പോകണ്ട. തമിഴ് ബ്രാഹ്മണ കുടുംബം മാത്രമല്ല, വടക്കൻ ജില്ലകളിലൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട് ഞാൻ. ഉണ്ണി എവിടെയാണ് നീ, രാമനായരെ കുഞ്ഞിനെ കണ്ടുവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും, കൊച്ചനെ എങ്ങോട്ടും വിടില്ല. ഇതൊക്കെ ഒരു നെഗറ്റീവ് സൈഡ് അതിനകത്തുണ്ടായി. പക്ഷെ ഇപ്പം 7.5 ശനിയൊക്കെ ഞാൻ പറയുമ്പോൾ എന്താകും, 7.5 ശനിയൊക്കെ ബാധിച്ചെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഇന്ന കാര്യങ്ങളുണ്ട്, ഇതിനെ അതിജീവിച്ചുകൊണ്ട് ചെയ്യാൻ മനസ്സിനെ പ്രാപ്തമാക്കൂ, ഇന്ന മന്ത്രജപത്തോടു കൂടിയൊക്കെ എന്നേ പറയൂ. വാഹനം കൂടുതൽ ഓടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചിലപ്പോൾ വാഹന അപകട സാധ്യത അവർക്കുണ്ട് എന്നുണ്ടെങ്കിൽ, തീപിടുത്ത സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ തീയുള്ള കാര്യങ്ങൾ, ഗ്യാസ് ഉപയോഗിക്കുന്നതും കറണ്ട് ഉപയോഗിക്കുന്നതും മാക്സിമം ശ്രദ്ധിക്കുക. അതിനെക്കുറിച്ച് കൂടുതൽ ബോധവാനാകുക, ബോധവതിയാകുക. ഇത് പറയേണ്ടതിന് പകരം നമ്മൾ അങ്ങനെ പറഞ്ഞാലോ അവൻ്റെ പ്രവൃത്തിയെല്ലാം നശിക്കില്ലേ. ഈ ദിവസഫലം പറയുന്നതിലും ഈ നാശം വരും. പൂരക്കാർ ഇന്നത്തെ ദിവസം എങ്ങും പോകാൻ പാടില്ല, അവൻ അന്ന് ഒരു വലിയ കാര്യം ചെയ്യാൻ അവൻ പേടിച്ച് പിന്നെ പോകില്ല. അല്ലെങ്കിൽ അത്തക്കാരൻ ഇന്ന വഴിയിലൂടെ യാത്ര, ജലാശയത്തിൽ പോകരുത്, ഇന്ന് ജലാശയത്തിൽ മറികടന്ന് വേണം, ഒരു ഉദ്യോഗസ്ഥനാണ്, അയാൾക്ക് ആ പ്രദേശത്തുള്ള ഭൂമി അളക്കാൻ പോകണ്ട, അയാൾ പോവുമോ പിന്നെ പേടിച്ച്? വിശ്വാസിയാണെങ്കിൽ ഇതുപോലെയുള്ള കുഴപ്പങ്ങൾ വരും. അപ്പോൾ ഗ്രഹങ്ങൾ വരുത്തി വയ്ക്കാൻ പോകുന്ന അപായങ്ങളെയും അപകടങ്ങളെയും ദുസൂചനകളെയും ഒക്കെ മറികടന്നുകൊണ്ട് പോകാൻ വ്യക്തിയെ പര്യാപ്തമാക്കലാണ് ജ്യോത്സ്യന്റെ ജോലി. എന്ന് വെച്ചാൽ ഗ്രഹങ്ങൾക്ക് അതീതമായി പോകാൻ അവനെ പരിശീലനം കൊടുക്കലാണ് ജ്യോത്സ്യന്റെ ജോലി. എന്ന് വെച്ചാൽ ഗ്രഹങ്ങളുടെ കാര്യങ്ങളെ പറഞ്ഞ് സമർത്ഥിക്കുമ്പോഴും ദോഷവശങ്ങളെ മറികടന്നുകൊണ്ട് പോകൂ എന്ന് പറയാം. എന്ന് വെച്ചാൽ ഗ്രഹസ്വാധീനത്തെ മറികടക്കാൻ പറയുക എന്ന് വെച്ചാൽ ഗ്രഹങ്ങളുടെ അതെ എന്ന് വെച്ചാൽ ഗ്രഹങ്ങളുടെ സ്വാധീനത്തെ മറികടന്നവനുമായിരിക്കണം ദൈവജ്ഞൻ എന്നുണ്ട്. അപ്പൊ അവനവന്റെ ജീവിതത്തിൽ ഗ്രഹങ്ങളുടെ ദോഷം മാക്സിമം ബാധിക്കാത്തവനുമായിരിക്കണം. അതിനുവേണ്ടി അത്രമാത്രം ചിന്തിച്ചും ആചരിച്ചും അനുഷ്ഠാനങ്ങൾ കൂടി കടന്നും പോയിക്കൊണ്ട് ജീവിതത്തിനെ ക്രമപ്പെടുത്തിയവനും കൂടിയായിരിക്കണം. അവൻ്റെ ജീവിതത്തിൽ ഈ ബാധകൾ പരമാവധി ഉണ്ടാകാതിരിക്കാൻ നോക്കണം. ചിലത് ബാധിക്കും എങ്കിൽ പോലും ആ ബാധകൾ ഉണ്ടായാൽ പോലും അതിനെ മനസ്സുകൊണ്ട് അതിജീവനം നടത്തിക്കൊണ്ട് സാധാരണ ജനങ്ങളെ ഗ്രഹങ്ങളുടെ ദോഷബാധകളിൽ നിന്നും രക്ഷിക്കലാണ് ജ്യോത്സ്യന്റെ ജോലി. അപ്പൊ ജ്യോത്സ്യൻ എത്രയോ വലിയവനായിരിക്കണം ബോധം കൊണ്ട്. നന്ദി സാർ. നമസ്കാരം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.